മരുമകനെ വിളിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി വരില്ല എന്നാണ് അല്ലേ എല്ലാ സ്ഥലത്തും. മുഖ്യമന്ത്രി അല്ല, റിയാസിന് മാത്രമായിട്ട് എന്താണ് പരാതി എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മേഡം വെറുതെ പറയുന്നതാണ്. കാരണം ഞാനിപ്പോൾ NDA സഖ്യത്തിനൊപ്പമാണ്. അതുകൊണ്ട് എനിക്ക് അവരൊപ്പം നിൽക്കാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ. അങ്ങനെ പറയുന്നതല്ലേ നല്ലത് ഈ ഒരു സന്ദർഭത്തിൽ. അങ്ങനെ പറയുന്നതാണ് നല്ലത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പഴയ ലീഡർ കർണാടൻ്റെ മോഡല്ലേ. പൊളിറ്റിക്സ് ഒക്കെ എന്തായിരുന്നാലും മേഡത്തിന് നല്ല വശമുണ്ടാവും. കാര്യങ്ങളൊക്കെ നല്ല വ്യക്തതയായിട്ട് അറിയാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അറിയില്ല എന്ന് തന്നെ വിചാരിക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. റിയാസിന് മാത്രമായിട്ട് എന്താണ് പരാതി എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണെന്നുള്ള കാര്യം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വളരെ ചുരുക്കി അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് മേഡത്തിന് ആരാണെന്ന് അറിയോ? ഇതാണ് ഗഡ്കരി, നിതിൻ ഗഡ്കരി, അതായത് കേന്ദ്ര റോഡ് ഹൈവേ ഗതാഗത മന്ത്രി. പുള്ളി തന്നെ നമ്മുടെ കേരളത്തിനെ പ്രശംസിച്ച് പറയുന്ന വാക്കുകളാണ്. I am really happy that the way in which particularly the Chief Minister of Kerala and the Kerala government is giving us the cooperation from the state government for us to the land acquisition is a big problem, and that the reason that somewhere the cost is coming 50 crore rupees per kilometer. We have already in understanding with the Kerala government, somewhere 25% of the cost they are bearing for that from the state government, and some of the concession we request them, they are already agreed for that. അതായത് നിങ്ങൾ ഈ പറയുന്നില്ലേ ഈ മരുമകൻ അമ്മായിപ്പൻ എന്നൊക്കെ ഉള്ളൊരു ലാഗ് ഓഫ് ഇൻഫർമേഷൻ എന്നൊക്കെ തന്നെ പറയാം. അതായത് വളരെ ചുരുക്കത്തിൽ പറയാം, എനിക്കൊരു ടൈമില്ല, മനസ്സിലായി. അതായത് കേരളത്തിന്റെ ഭൂമിവില കൂടിയതിനാൽ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് ചെലവിന്റെ 25% കേരളം വഹിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. സ്വാഭാവികം, കേരളം അംഗീകരിച്ചു. അതായത് 5580 കോടി രൂപ കേരളം അംഗീകരിച്ചു. ആ പദ്ധതി, അതായത് നമ്മുടെ PWD മിനിസ്റ്ററിന്റെ കീഴിലുള്ള ആ ഒരു പദ്ധതി വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. 5580 കോടി രൂപ കേരളം മുടക്കി ആ ഒരു പദ്ധതി വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. അതായത് പൊതുമരാമത്ത് മന്ത്രിയുടെ കീഴിൽ വളരെ ഭംഗിയായി ആ പ്രോജക്റ്റ് അങ്ങ് ഫിനിഷ് ചെയ്തതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആ വേലി പങ്കിടാൻ നമ്മുടെ രാജീവ് ജിയെക്കാളും നമ്മുടെ കേരളത്തിന്റെ PWD മിനിസ്റ്ററിന്റെ സ്ഥാനം എത്ര വലുതാണെന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ അല്ലേ? ഇനി ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. രാജീവ് ജിക്ക് അവിടെ സ്ഥാനമില്ല, പിന്നെയാണ് ടോർച്ച് സുരേഷിന്റെ അവസ്ഥ.